ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2-3 ടീസ്പൂൺ ഷുഗറും 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ചെറിയ ചൂടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ ഡോ ഇവിടെ റെഡിയായി. ഇനി ഇത് അടച്ചു വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. പച്ചമണം മാറിക്കിട്ടിയാൽ അതിലേക്ക് ഒരു 2 സവാള ചേർത്ത് കൊടുക്കാം. 2-3 സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ അതിലേക്ക് വേണ്ട ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനിലെ ബോയിൽ ചെയ്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഇതിനൊന്നും അങ്ങനെ പ്രത്യേക മെഷർമെൻറ്റ്സ് ഒന്നുമില്ല, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാൻ, കുറവ് മതി എന്നാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പോളം ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയോളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ട ഒരു പാലിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. 3/4 കപ്പോളം പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് നമുക്ക് നമ്മളെ ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ചീസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ചീസ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തും പോലെ തന്നെ മാവ് പരത്തിയെടുക്കുക. ചപ്പാത്തിൻ്റെ അത്രയും നേർപ്പിക്കണ്ട, അതിനേക്കാൾ കുറച്ച് കട്ടി കൂടുതൽ വേണം. ഇത്ര കട്ടി വേണം കേട്ടോ. ഇതിന് ഇത്രയും ഒരു തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കണം. ഇങ്ങനെ നല്ല ഷേപ്പാക്കി എടുക്കുക. പിന്നെ അത് എഗ് മിക്സിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്ത് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്യാം. ഞാനുണ്ടാക്കുന്ന ഈ ഒരു സൈസിൽ 60-70 എണ്ണമൊക്കെ കിട്ടും കേട്ടോ. ഞാനിതൊരു പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നിങ്ങൾ വീട്ടിലേക്ക് മാത്രം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി എടുക്കണ്ട. എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതി അളവിലെടുത്താൽ മതിയാകും കേട്ടോ. ഇനി സാധാരണ ചിക്കൻ റോളൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. ഇതിന് വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയി വരുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.